ചാലിശ്ശേരി കല്ലുംപുറം അടിമനത്താഴത്ത് കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിൽ തീറ്റ തേടിയും തോട്ടിൽ നീരാടാനും 10,000-ഓളം കുട്ടാടൻ താറാവുകൾ എത്തിക്കഴിഞ്ഞു. പട്ടാമ്പി സ്വദേശി ജോണിയുടെ ഉടമസ്ഥതയിലുള്ള 10,000-ഓളം കുട്ടനാടൻ താറാവുകളായ ചാര, ചെമ്പലി, പുള്ളി ഇനത്തിൽപ്പെട്ടവയാണ് വിശാലമായ പാടശേഖരത്ത് കഴിഞ്ഞ 4 ദിവസമായി തമ്പടിച്ചിരിക്കുന്നത്. ജനുവരിയിൽ ആലപ്പുഴയിൽ നിന്ന് ഒരു ദിവസം പ്രായമായ താറാവ് കുഞ്ഞുങ്ങളെ വാങ്ങിയാണ് കൃഷി നടത്തുന്നത്. ഇവയ്ക്കിഷ്ടപ്പെട്ട പനച്ചോറിന് ക്ഷാമം നേരിടുന്നതിനാൽ ആദ്യത്തെ ഒരു മാസം 3 നേരം അരി ഭക്ഷണമായി നൽകിയാണ് വളർത്തുന്നത്. ഭക്ഷണ ചെലവ് കുറക്കുന്നതിനായാണ് താറാവുകളെ ചാലിശ്ശേരി പാടശേഖരങ്ങളിലേക്ക് എത്തിച്ചത്. പ്രകൃതിദത്തമായ തീറ്റ ഇവർക്ക് ധാരാളം ഇവിടെ നിന്ന് ലഭിക്കും. വളർത്തുപക്ഷികളിൽ ഇന്ത്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന താറാവുകളുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ജലപരിപാലനം ഏറെ ആവശ്യമാണ്. ചാലിശ്ശേരി തോട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും താറാവ് കൂട്ടങ്ങൾ ഇവിടേക്ക് എത്തുവാൻ കാരണമായി. ചൂട് ശക്തമാകുന്നതോടെ പാടശേഖരത്തെ തീറ്റ ഒഴിവാക്കി താറാവുകളെല്ലാം തോട്ടിലെ വെള്ളത്തിൽ നീരാടും. പലതവണ ഇതാവർത്തിക്കും. നിരവധി യാത്രക്കാരാണ് തോട്ടിൽ നീന്തിക്കളിക്കുന്ന താറാവ് കൂട്ടങ്ങളെ കാണുവാൻ ഇവിടെ എത്തുന്നത്. ഒരാഴ്ച കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയുടെ കായൽ പ്രദേശങ്ങളിലേക്ക് താറാവ് കൂട്ടങ്ങൾ പോകും. നവംബർ അവസാനത്തോടെ താറാവുകളെല്ലാം ആന്ധ്ര, മൈസൂർ, തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിലെ കൃഷിക്കാർക്ക് കൈമാറും. അതേസമയം പാലക്കാട്ടെ താറാവ് കർഷകർ ഏറെ പ്രതിസന്ധിയിലാണെന്ന് 4.5 പതിറ്റാണ്ടായി ഈ രംഗത്ത് സജീവമായ കണ്ണാടി സ്വദേശി സുധേവൻ പറഞ്ഞു. 40 വർഷം കഴിഞ്ഞു, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾക്കൊരു പെൻഷനും ഇല്ല, ഒന്നുമില്ല. ായിരുന്നു യൂണിയൻ പക്ഷിപ്പനിക്കൊക്കെ പൈസ കിട്ടിയത്. പാലക്കാട്ടുകാർക്കും ഒന്നുമില്ല. ഞങ്ങൾക്ക് പെൻഷൻ പോലും ഇല്ല. 65 വയസ്സിൽ നമ്മളിതായിട്ടുണ്ട്. പണ്ട് കാലത്തെ ലോണ് പോലും ഇത് ചത്തുപോണേന് അങ്ങനെ ലോണ് തരുന്നെന്ന് പോലും ചോദിച്ചിട്ടുണ്ട്. ആ പൈസ ഒന്നും ഞങ്ങൾക്ക് കഷ്ടപ്പാട് മാത്രം. പുതിയ തലമുറകളിലാരും താറാവ് തൊഴിലാളികളാകുവാൻ മുന്നോട്ട് വരുന്നില്ല. 365 ദിവസവും താറാവ് കൃഷി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ പക്ഷിപ്പനി തുടങ്ങിയ രോഗങ്ങൾക്ക് നഷ്ടപരിഹാരമോ ഇതുവരെയും ലഭിച്ചിട്ടില്ല. അനുകൂലമായ കാലാവസ്ഥയും മുട്ടയ്ക്ക് നല്ല വില കിട്ടുകയും താറാവുകൾക്ക് അസുഖം ബാധിക്കാതിരിക്കുകയും ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ഗുണം ഇവർക്ക് ലഭിക്കുകയുള്ളൂ. CCTV ന്യൂസ്, പെരുമ്പിലാവ്.